ഹായ് പീപ്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലോറിറ്റ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈസ്റ്റർ എഗ് ഉണ്ടാക്കലാണ്. 1 2 3 ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഈ നിരന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ഈസ്റ്റർ എഗ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ എഗ്ഗാണ് ഇതാ ഈ എഗ്ഗ്. ദിസ് ഈസ് കോഴി എഗ്, അതായത് കോഴിമുട്ട. അതായത് രാവിലെ എണീക്കുക, നേരെ കോഴിക്കോട് പോവുക. ഇനി കോഴിക്കോട് ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഫ്രിഡ്ജ് പോവുക. എന്നിട്ട് നല്ലൊരു മുട്ട നോക്കിയെടുത്തിട്ട് അതിൻ്റെ ബ്രോഡായിട്ടുള്ള ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഇടുമ്പം മാക്സിമം ചെറുതാക്കാൻ നോക്കുക. എന്നിട്ട് അതിൻ്റെ യോക്കും വൈറ്റൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കുക. ഒഴിവാക്കണ്ട, വല്ല ബുൾസയോ ഓംലേറ്റ് ഒക്കെ അടിച്ച് കഴിച്ചോ, അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരുടെ ചീത്ത ഫുള്ള് കേൾക്കേണ്ടി വരും. എക്സ്പീരിയൻസ് ഉണ്ടേ. അപ്പോൾ പറഞ്ഞു വന്നത് ബുൾസൈ ഒക്കെ കഴിച്ച ശേഷം നമ്മുടെ എഗ്ഗിൻ്റെ ഷെല്ലെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് വെക്കുക. ഈ പെയിൻറ്റ് ചെയ്ത എഗ്ഗ് ഉണങ്ങാൻ നിൽക്കുന്ന സമയം കൂടെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. എഗ്ഗിൽ നിറക്കാൻ വേണ്ടി കുറച്ച് കോൺഫിറ്റീസ് ഒക്കെ ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് കളർ പേപ്പർ എടുക്കുക, കറുമുറ വെട്ടുക. വെട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ കോൺഫിറ്റി. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത 4 പീസ് പേപ്പർ, 4 പീസ് വേണ്ട, ഒരു 2 പീസൊക്കെ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജോ വിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ എഴുതി കൊടുക്കുക. നിങ്ങളെടുക്കുന്ന എഗ്ഗിൻ്റെ സൈസിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറില്ല. എൻ്റെ അതൊരു കുഞ്ഞ് എഗ്ഗ് ആയതുകൊണ്ട് അതിൽ കുഞ്ഞ് സാധനങ്ങളെ കയറുള്ളൂ. അപ്പോൾ ഞാൻ 2 മെസ്സേജ് കാർഡ് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ വിഷസ് എന്തെങ്കിലും പെയിൻറ്റ് ബ്രഷോ അല്ലെങ്കിൽ ഇർക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. ഇവിടെ ടൈ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഈ ആരി വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആരി വർക്ക് തന്നെയാണ്. അതിൻ്റെ ത്രെഡാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് വെച്ച് ഓണം പോലെയെന്നാണല്ലോ. അപ്പോൾ പിന്നെ അത് വെച്ച് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ എഗ്ഗിൽ ചെറിയ ഗിഫ്റ്റോ ഇതുപോലെ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ ചെയിനോ റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഈ ഒരു 3 ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ എഗ്ഗ് എടുത്ത് പൊട്ടിച്ച് ബുൾസയൊക്കെ കഴിച്ച് ക്ലീനാക്കി പെയിൻറ്റ് ചെയ്യുന്നവരെ ഇതിൻ്റെ ഹോള് ചെറുതായിരുന്നു. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കുയിന്തുകൊണ്ടാണ് ഇത് ഇത്ര വലുതായത്. നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആഡ് സം കോൺഫിറ്റി, പിന്നെ നമ്മുടെ മെസ്സേജ് കാർഡ്, വീണ്ടും കോൺഫിറ്റി, വീണ്ടും നമ്മുടെ ഗിഫ്റ്റ്, വീണ്ടും കോൺഫിറ്റി. ഇതെന്തിനാ ഇങ്ങനെ ലെയറായിട്ട് ആഡ് ചെയ്യുന്നത് ചോദിച്ചാൽ വെറുതെ ഒരു രസം. എന്തായാലും ഇത് ഷേക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അങ്ങനെ ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേപ്പറോ ടേപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ആ ഹോൾ ഒന്ന് അടച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്യുക. എഗ്ഗ് കുത്തി തുറക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, അതിൻ്റെ ബ്രോഡായിട്ടുള്ള ഭാഗത്ത് തന്നെ ഹോൾ ഇടുക. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ കൺവീനി റെഡിയായി. ഇനി അതവിടെ മൂലയ്ക്ക് ഇരുന്നോട്ടല്ലേ, നമുക്ക് രണ്ടാമത് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എഗ്ഗിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു എഗ്ഗാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈദ് വ്ളോഗിൽ ആ മിഠായി വാങ്ങിച്ചൊരു സാധനം. ഇവിടെ പല ബേക്കറിയിലും ഇതുപോലെ ഒരു സാധനം കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഈ ഒരു മിഠായി വാങ്ങിയ സമയത്ത് ഈ ബോളിൻ്റെ കളർ പിങ്ക് ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ പിങ്ക് ഇഷ്ടപ്പെടാതെ അതിന് വൈറ്റ് ബേസ് അടിച്ചു കൊടുത്തു. എന്നിട്ടിപ്പോൾ വീണ്ടും ഞാൻ പിങ്ക് അടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാനെന്താ പൊട്ടനാണ് ഗൈസ്. എനിക്ക് ആ പെയിൻറ്റ് ചുരണ്ടി കളഞ്ഞാൽ പോരെ. പക്ഷേ വൈറ്റ് പെയിൻ്റ് അല്ലേ, അത് ചുരണ്ടി കളയാനുള്ള ഒരു സങ്കടം കൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി പെയിൻറ്റ് വേസ്റ്റാക്കി. അപ്പോൾ എഗ്ഗിനെ നമ്മളിവിടെ പെയിൻ്റ് അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ ഇത്തിരി റിസ്ക് ആയിരുന്നു, പക്ഷേ നമുക്ക് ഓപ്പൺ ചെയ്തല്ലേ പറ്റൂ. ഇനി നമ്മൾ ആദ്യം ചെയ്ത മാതിരി തന്നെ കുറച്ച് കോൺഫിറ്റീസ് വേണം അതിൽ. പക്ഷേ കോൺഫിറ്റീസ് അല്ല, നമ്മൾ പേപ്പർ സ്ട്രിപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കളർ പേപ്പറൊക്കെ എടുക്കുക, ഇങ്ങനെ നീളെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച സ്ട്രിപ്സിനെ ഒന്ന് കയ്യിലിട്ട് ചുരുട്ടിയാൽ ഇതുപോലെ നല്ല എസ്തെറ്റിക് ആയിട്ട് കിട്ടും. ആ സാധനം ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ എഗ്ഗിൻ്റെ ഒരു പോർഷൻ എടുക്കുക, അതിലോട്ട് നമ്മുടെ ഗിഫ്റ്റ്സ് ഒക്കെ ആഡ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ പേപ്പർ സ്ട്രിപ്സ് ആഡ് ചെയ്യുക. അതിലോട്ട് ഞാൻ കുറച്ച് ക്യാൻഡീസാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ കടയിലൊക്കെ ഉണ്ടാകുന്ന സാധാ ക്യാൻഡീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാൻഡീസോ, ഇനിയിപ്പോൾ ക്യാൻഡീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഐറ്റംസ് ആഡ് ചെയ്താലും മതി. ഇനി ഈ എഗ്ഗിൽ ഞാനൊരു ചെയിൻ ആഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റേ പോർഷൻ എടുത്തിട്ട് നമ്മുടെ ചെയിനിൻ്റെ ഒരറ്റം ഈ എഗ്ഗിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് സെല്ലോ ടാപ്പ് അടിച്ചിട്ട് ഒട്ടിച്ച് വെക്കുക. നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നന്നായിട്ട് ഒട്ടിക്കണം. നമ്മൾ ഒരു സെല്ലോ ടാപ്പിലൊന്നും നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിട്ടും. അതായത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ചെയിൻ ഇങ്ങനെ ആടി എളിയുന്നത് കാണുമ്പോൾ ഓ മൈ ഗോഡ് വാവ് അങ്ങനെയൊക്കെ തോന്നണം. ഇനി അതിലോട്ട് തന്നെ കുറച്ച് കോൺഫിറ്റീസും കൂടെ ആഡ് ചെയ്യുക. കാരണം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫിറ്റി ആഡ് ചെയ്യുന്നുണ്ട്.
അടുത്ത എഗ്ഗാണ് നമ്മുടെ മെയിൻ എഗ്ഗ്, കൂട്ടത്തിലെ കൊമ്പൻ കിൻഡർ ജോയ്. അകത്ത് പിന്നെ ഒരു സെക്ഷനിൽ എന്തായാലും ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. വലിയ എക്സൈറ്റ്മെൻറ്റിലൊക്കെ തന്നെയാണ് ഞാൻ അത് ഓപ്പൺ ആക്കിയത്. പക്ഷേ ഓപ്പൺ ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി സംഭവം മറ്റേ റിങ്ങാണ്. ഏത് റിങ്? അന്ന് നമ്മളൊരു വ്ളോഗിൽ കണ്ടിരുന്നില്ല റിങ്. അപ്പോൾ ഇതാണ് പഴയ റിങ്, ഇത് നമ്മുടെ പുതിയ റിങ്. റിങ്ങല്ലല്ലോ നമ്മളവിടുത്തെ വിഷയം. സോ നമുക്കതിൻ്റെ ആ ഒരു ഷെല്ലെടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. ഈ ഒരു ഈസ്റ്റർ എഗ്ഗിന് ഏത് കളർ വേണമെന്നായിരുന്നു ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അതിൽ എല്ലാവരും വോട്ട് ചെയ്തത് ലാവൻഡർ ആയതുകൊണ്ട് ആ എഗ്ഗിനെ നമുക്ക് ലാവൻഡർ കളറാക്കാം. പിന്നെ ഈ റിങ്ങിൽ ഏതായാലും ഒരു തന്ന ഗിഫ്റ്റ് എല്ലാം ചെയ്തിട്ട് ഒരു ചെറിയ മെസ്സേജ് കാർഡ് ആഡ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് നമ്മൾ പണ്ടുണ്ടാക്കിയെന്നൊരു പേപ്പർ പൗച്ചില്ലേ, അതായിരുന്നു. അത് പക്ഷേ ഒരു ഇതില്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കി റിങ് മാത്രമായിട്ട് വെച്ചെടുത്തു. ഒരു പോർഷനിൽ ഗിഫ്റ്റും ബാക്കിയുള്ള പോർഷൻസിൽ കോൺഫിറ്റും ഇത്തിരി തെർമോക്കോൾ ബോൾസൊക്കെ ആഡ് ചെയ്തു. ക്യാൻഡി ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത്ര മതിയെന്ന് കരുതിയിട്ട് അതങ്ങോട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ 3 എഗ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളിലെ ഫാഷൻ ഡിസൈനർ ഈ ചിത്രകാരിനൊക്കെ പുറത്തെടുത്തിട്ട് കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാം. ആദ്യത്തെ എഗ്ഗിൽ ഞാൻ മിഫിനെയാണ് വരച്ചു കൊടുക്കുന്നത്. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ബണ്ണികളാണല്ലോ, ബണ്ണി എന്ന് പറയുമ്പോൾ മിഫിയാണല്ലോ. ഈ എഗ്ഗിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് കുറച്ച് മെനക്കേടുള്ള പണിയാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. നെക്സ്റ്റ് നമുക്ക് ഈ എഗ്ഗിലൊന്ന് അടിപൊളിയാക്കി എടുക്കാം. ട്രാൻസ്ലേഷൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ട്രാൻസ്ലേഷൻ ഞാൻ മറന്നുപോയി. എനിവേ അത് അങ്ങനെ പോയി. മൂന്നാമത്തെ എഗ്ഗിന് നമുക്ക് ലാവൻഡർ, നിങ്ങൾ പറഞ്ഞ ലാവൻഡർ എഗ്ഗിൽ കുറച്ച് ലൈൻസും ഗ്രിഡ് ലൈൻസൊക്കെ കൊടുത്തിട്ട് ഒരു സ്ട്രോബെറിയും കൂടി കൊടുത്തു ഒന്ന് കവായി ആക്കി എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 എഗ്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പേപ്പർ റോളോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസോ ഇങ്ങനെ വട്ടത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വേണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ എഗ്ഗ് വെക്കാനുള്ള ബാസ്ക്കറ്റ്. ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയത് ഇതിൻ്റെ മുഴുവൻ കഴിവും പുറത്തെടുത്തത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു സാധനം ആക്കണം എന്നാണ്. പക്ഷേ സമയം തീരെ അതിനങ്ങോട്ട് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വട്ടവും കുറച്ച് റൗണ്ടും കുറച്ച് സർക്കിൾസും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതുപോലൊരു പീസ് എടുത്തിട്ട് ബേസ് അടച്ചിട്ട് വേണം നമ്മുടെ എഗ്ഗ് വെക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റർ എഗ്ഗൊക്കെ ഈസ്റ്റർ എഗ് ഷെല്ലാവും. അത് കഴിഞ്ഞാൽ പിന്നെ 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നീളത്തിലൊന്ന് കറുമുറേന്ന് വെട്ടിക്കൊടുക്കുക. അത്യാവശ്യം നീളം ഉണ്ടായിക്കോട്ടെ, പിശുക്ക് കാണിക്കണ്ട. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ അതങ്ങോട്ട് ചന്നം വിന്നം കുഴച്ച് മറിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല എസ്തെറ്റിക് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ്. ഇനി നമ്മുടെ ഈ എസ്തെറ്റിക് സാധനം നമ്മുടെ ബാസ്ക്കറ്റിൽ അങ്ങോട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് പുറത്തോട്ട് ചാടി മറിഞ്ഞ് കിടക്കട്ടെ, അതൊക്കെ ഒരു ഭംഗിയല്ലേ. ഇങ്ങളാ എഗ്ഗിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയാൽ എന്തൊരു ചൈതന്യം. ഇനി ഈ ചൈതന്യമുള്ള എഗ്ഗിനെ പിടിച്ചിട്ട് നമുക്കൊന്നുകൂടെ എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് സാധാരണ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ കിട്ടുന്ന കവറില്ലേ, അതെടുത്തിട്ട് വെറുതെ ഒന്ന് മുകളിൽ പിടിച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ നമുക്കൊരു സഞ്ചി പോലെ അല്ല ഒരു കിഴി പോലെ കിട്ടും. അത്യാവശ്യത്തിന് നോക്കിയാൽ ഒരു റിബൺ ഉണ്ടാവില്ല വീട്ടിൽ. പക്ഷേ ഉള്ള റിബണാണെങ്കിലും ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്താവും. അതങ്ങോട്ട് കട്ട് ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് ആ റിബൺ ഇത്ര നീളം. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യാം. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എക്സ്ട്രാ ഉണ്ടാക്കി കാണിക്കാത്തത്. ഉണ്ടാക്കാനുള്ള സമയം അതുമില്ല. അപ്പോൾ അതിൽ നമ്മുടെ രണ്ടാമത്തെ എഗ്ഗും പിന്നെ ചെറിയൊരു ഫ്ലവർ ബൊക്കയും നമ്മുടെ ചാനലിലുണ്ടല്ലോ, അതും വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഭംഗിക്ക് 2 ചോക്ലേറ്റ്സും വെച്ചെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഒരു നിർബന്ധം ഇല്ലാത്ത കാര്യമാണ്. മൂന്നാമത്തെ ബാസ്ക്കറ്റായിട്ട് ഞാൻ നമ്മുടെ ഹാമ്പറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മുടെ പേപ്പർ സ്ട്രിപ്പ് ഇട്ടിട്ട് കാർഡും അടുത്ത എഗ്ഗും വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പേരിന് ഒരു ചോക്ലേറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്തപ്പോൾ. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് ഈ ഒരൊറ്റ ബാസ്ക്കറ്റിൽ തന്നെ 3 അറേഞ്ച് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ വലിയ എഗ്ഗൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ സൈസിന് നമ്മുടെ ബാസ്ക്കറ്റും റെഡിയാക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസ്റ്റർ എഗ്ഗിൻ്റെ വീഡിയോ. ഇതിൽ ഏത് എഗ്ഗാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.